ധർമ്മശാല ടെസ്റ്റിൽ ഓസ്ട്രേലിയക്കെതിരായ ടെസ്റ്റ് പരമ്പര 2-1 ഇന്ത്യ സ്വന്തമാക്കി. ഇന്ത്യയുടെ തുടർച്ചയായ 7ാം പരമ്പര വിജയമാണിത്. വിശദാംശങ്ങളുമായി ഡെസ്കിൽ നിന്ന് നികേഷ് ശ്രീധർ ചേരുന്നു. നികേഷ്, 7ാമത്തെ വിജയമാണ് ഇപ്പോൾ ഇന്ത്യ നേടിയിരിക്കുന്നത്. വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങൾ. ധന്യ സൂചിപ്പിച്ചതുപോലെ ഇന്ത്യയുടെ തുടർച്ചയായ 7ാമത്തെ ടെസ്റ്റ് പരമ്പര വിജയമാണെന്ന് ധർമ്മശാലയിൽ കുറിക്കപ്പെട്ടിരിക്കുന്നത്. 4 ടെസ്റ്റുകൾ അടങ്ങിയ പരമ്പരയാണ് ഓസ്ട്രേലിയക്കെതിരെ ഇന്ത്യ കളിച്ചത്. ഇത് 2-1 എന്ന നിലയിലാണ് ഇന്ത്യ സ്വന്തമാക്കിയിരുന്നത്. ഈ ടെസ്റ്റ് പരമ്പരയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യക്കാണ് ഓസീസ് ഇന്ത്യയിലേക്ക് വരുമ്പോൾ ഇന്ത്യക്ക് തന്നെയായിരുന്നു മുൻതൂക്കം കൽപ്പിച്ചിരുന്നത്. പക്ഷേ ആദ്യ ടെസ്റ്റിൽ എല്ലാവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഓസീസ് ആദ്യ ടെസ്റ്റ് സ്വന്തമാക്കിയിരുന്നു. തുടർന്ന് ഇന്ത്യ വളരെ പൊരുതി നേടിയ ഒരു ജയം എന്ന് തന്നെ ധർമ്മശാലയിൽ ഇന്ത്യ ജയിക്കുമ്പോൾ ഈ പരമ്പര പൊരുതി നേടി എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. ധർമ്മശാലയിൽ ആദ്യ ഇന്നിങ്സിൽ 300 റൺസ് ഓസ്ട്രേലിയ നേടിയിരുന്നു. ഇതിന് ആദ്യ ഇന്നിങ്സിൽ ഇന്ത്യ 32 റൺസിന്റെ ലീഡാണ് നേടിയത്. തുടർന്ന് സ്പിന്നർമാരുടെയും അതോടൊപ്പം തന്നെ ഫാസ്റ്റ് ബൗളർമാരുടെയും ഒരു മികവുറ്റ പ്രകടനത്തിന്റെ പിൻബലത്തിൽ ഇന്ത്യ 150 റൺസിനുള്ളിൽ ഓസീസിനെ പുറത്താക്കിക്കൊണ്ട് 8 വിക്കറ്റ് വിജയമാണ് ധർമ്മശാലയിൽ നേടിയത്. 5ാം ദിവസമായ ഇന്ന് അത്ഭുതങ്ങളൊന്നും സംഭവിച്ചില്ലെങ്കിൽ ഇന്ത്യ പരമ്പര നേടും, ഈ ടെസ്റ്റ് സ്വന്തമാക്കുമെന്ന് എല്ലാവർക്കും അറിയാമായിരുന്നു. ആ ഒരു പ്രതീക്ഷയ്ക്കൊത്തുള്ള ഒരു പ്രകടനം തന്നെയാണ് കാഴ്ചവെച്ചത്. ഇന്ത്യയുടെ 2 വിക്കറ്റ് നഷ്ടമായി. ഇന്ത്യക്ക് മുരളി വിജയും അതോടൊപ്പം തന്നെ ചേതേശ്വർ പൂജാരയും നഷ്ടമായി. ചേതേശ്വർ പൂജാര റണ്ണൌട്ട് ആവുകയായിരുന്നു. ഈ ഒരു ഘട്ടത്തിൽ മാത്രമാണ് ഇന്ത്യൻ ക്യാമ്പിൽ ഒരു ആശങ്ക നിലനിന്നിരുന്നത്. 5 ബോളിൽ നേരിട്ട ചേതേശ്വർ പൂജാര 0-നാണ് പുറത്തായത്. എങ്കിൽ കൂടി ഈ ടെസ്റ്റിലേക്ക് മാത്രം ക്യാപ്റ്റനായി നിയോഗിക്കപ്പെട്ട അജിങ്ക്യ രഹാനെയുടെ മികച്ച ബാറ്റിംഗ്, അതായത് ഏകദിനത്തിൽ സമാനമായൊരു ബാറ്റിംഗ് പ്രകടനം കാഴ്ചവെച്ചുകൊണ്ട് അജിങ്ക്യ രഹാനെ ഇന്ത്യ അനായാസം ജയത്തിലേക്ക് നയിക്കുകയായിരുന്നു. 20 മാത്രമാണ് ഇന്ത്യക്ക് ഈ ജയിക്കാൻ ആവശ്യമായ 106 റൺസ് നേരിടേണ്ടി വന്നത്. തികച്ചും അഭിമാനാർഹമായ നേട്ടം തന്നെയാണ്. കാരണം നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു തിരിച്ചുവരവാണ് ഇന്ത്യ നടത്തിയിരുന്നത്. ആദ്യ ടെസ്റ്റ് ഇന്ത്യ തകർന്നടിഞ്ഞു. ഒക്കീഫ് ഓസ്ട്രേലിയൻ ഏറെയൊന്നും ഇത്തരത്തിൽ ഇന്ത്യൻ പിച്ചുകളിൽ ഏറെയൊന്നും നേട്ടമുണ്ടാക്കുമെന്ന് ആരും കരുതിയിരുന്നില്ലായിരുന്ന ഒക്കീഫ് അതോടൊപ്പം നാഥൻ ലിയോൺ എന്നിവരുടെ സ്പിന്നിന് മുന്നിലാണ് ആദ്യ ടെസ്റ്റിലും 2ാം ടെസ്റ്റിലെ ആദ്യ ഇന്നിങ്സിലും ഇന്ത്യ തകർന്നിരുന്നു. തുടർന്നാണ് ഇന്ത്യ ഒരു അവിശ്വസനീയമായ തിരിച്ചുവരവ് നടത്തിയത്. ആദ്യ ടെസ്റ്റിൽ ഓസ്ട്രേലിയ ജയിക്കുകയായിരുന്നു. 2ാമത്തെ ടെസ്റ്റ് ഇന്ത്യ ജയിച്ചു. അതോടൊപ്പം തന്നെ 3ാമത്തെ ടെസ്റ്റ് സമനിലയാവുകയും നിർണായകമായ 4ാമത്തെ ധർമ്മശാല ടെസ്റ്റിൽ ഇന്ത്യ ഒരു വിജയം പിടിച്ചു വാങ്ങുകയായിരുന്നു. ഇത്തരത്തിൽ തുടർച്ചയായ 7ാമത്തെ പരമ്പര വിജയമാണ് ധർമ്മശാലയിൽ നേടിയിരിക്കുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ടെസ്റ്റ് ആരംഭിക്കുന്നതിന് മുമ്പ് ഇന്ത്യക്ക് തന്നെയാണ് ക്രിക്കറ്റ് വിശാരദന്മാർ, ക്രിക്കറ്റ് നിരീക്ഷകരെല്ലാം മുൻതൂക്കം കൽപ്പിക്കപ്പെട്ടിരുന്നത്. എങ്കിൽ കൂടി ഓസ്ട്രേലിയൻ യുവനിരയുമായാണ് ഓസ്ട്രേലിയ എത്തിയത്. അവരുടെ ഒരു വലിയ പാരമ്പര്യമുള്ള കളിച്ചു പരിചയമുള്ള വലിയൊരു നിരയ്ക്ക് ശേഷം പുതിയൊരു ടീം കെട്ടിപ്പടുക്കാനുള്ള ശ്രമത്തിലായിരുന്നു ഓസ്ട്രേലിയ. സ്റ്റീവൻ സ്മിത്തിനെ പോലെ ഏറെക്കുറെ പരിചയസമ്പന്നത കുറഞ്ഞ ഒരു ക്യാപ്റ്റനാണ് ഈ പരമ്പരയിൽ അവരെ നയിച്ചിരുന്നത്. എങ്കിൽ കൂടി സ്റ്റീവൻ സ്മിത്ത് ഈ പരമ്പരയിൽ മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചിരുന്നത്. ഈ ടെസ്റ്റിലടക്കം ധർമ്മശാലയിലടക്കം ആദ്യ ഇന്നിങ്സിൽ സ്റ്റീവൻ സ്മിത്ത് സെഞ്ചുറി നേടിയിരുന്നു. ഇത്തരത്തിൽ ഒരുപക്ഷെ ഒരു അട്ടിമറി ജയം ഇന്ത്യയിൽ നിന്ന് സ്റ്റീവൻ സ്മിത്ത് സ്വന്തമാക്കുമെന്ന് കരുതിയിരുന്നു. ആദ്യ ടെസ്റ്റ് കഴിഞ്ഞപ്പോൾ ക്രിക്കറ്റ് നിരീക്ഷകരെല്ലാം കരുതിയിരുന്നു. പക്ഷേ ഇന്ത്യ അതിൻ്റെ കഴിവിനൊത്ത പ്രകടനം, അതായത് ഇന്ത്യൻ പിച്ചുകളിൽ ഇന്ത്യ തന്നെയാണ് ഇപ്പോഴും രാജാക്കന്മാർ എന്ന് തെളിയിക്കുന്ന ഒരു പ്രകടനം തന്നെയാണ് ഇന്ത്യ കാഴ്ചവെച്ചിരിക്കുന്നത്. ഇന്ത്യയുടെ ആ ഒരു പാരമ്പര്യം ഇന്ത്യ കാത്തു സൂക്ഷിച്ചിരിക്കുന്നു. നമുക്കറിയാം 1990-കൾക്ക് ശേഷം ഇന്ത്യ ഒരു നീണ്ട ഇടവേളയ്ക്ക് ശേഷം 3 സ്പിന്നർമാരെ കളിപ്പിച്ച ഒരു ടെസ്റ്റാണിത്. ക്യാപ്റ്റൻ വിരാട് കോഹ്ലി പുറത്തിരുത്തിയപ്പോൾ അതിന് പകരം ടീമിലേക്ക് പുതിയ ബാറ്റ്സ്മാനെ ഉൾപ്പെടുത്തിയിരുന്നെങ്കിൽ കൂടി അയാളെ കളിപ്പിക്കാതെ കുൽദീപ് സിംഗ് എന്നൊരു പുതിയ സ്പിന്നറെ ഉൾപ്പെടുത്തിക്കൊണ്ട് അയാൾ ഒരു ലെഫ്റ്റ് ആം ചൈനാമൻ സ്പിന്നറാണ്. ഇയാളുടെ ഒരു മാസ്മരിക പ്രകടനത്തിലൂടെയാണ് ആദ്യ ഇന്നിങ്സിൽ ഇന്ത്യക്ക് 300 റൺസിന് ഓസ്ട്രേലിയ പിടിച്ചുകെട്ടാനായത്. ഓസീസ് ഒരു മികച്ച ലീഡിലേക്ക് കുതിക്കുന്നു എന്നൊരു ഘട്ടത്തിലാണ് എല്ലാവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ലെഫ്റ്റ് ആം ചൈനാമൻ സ്പിന്നറായ കുൽദീപ് സിംഗ് വളരെ ഒരു മാസ്മരികമായ പ്രകടനത്തിലൂടെ ഒരു 300 റൺസിന് പിടിച്ചു കെട്ടിയത്. അതേ തരത്തിൽ തന്നെ ഇന്ത്യക്ക് ഒരു ബാറ്റിംഗ് തകർച്ച ഉണ്ടായിരുന്നു ആദ്യ ഇന്നിങ്സിൽ. പക്ഷേ ഇന്ത്യയുടെ മധ്യനിര അല്ലെങ്കിൽ വാലറ്റ നിര അവസരോചിതമായി ഉയരുകയും അതോടൊപ്പം തന്നെ
രവീന്ദ്ര ജഡേജയുടെ ഒരു മികച്ച ഇന്നിംഗ്സിന്റെ ബലത്തിലാണ് ഇന്ത്യ ഒരു 32 റൺസിന്റെ ഒന്നാം ഇന്നിംഗ്സ് ലീഡ് നേടിയത്. ശരി, ഓസ്ട്രേലിയക്കെതിരായ ടെസ്റ്റ് പരമ്പരയിൽ ഇന്ത്യക്ക് 2-1 ജയം. തുടർച്ചയായ 7ാമത്തെ ജയമാണിത്. നികേഷാണ് വിശദാംശങ്ങൾ നൽകിയത്.